ഹലോ, എൻ്റെ പേര് ഐഷ അൽ അൻസീറ. ഞാൻ വടകരയിൽ നിന്നാണ് വരുന്നത്. എലാൻസിലെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. SBR പേപ്പർ ചെയ്ത് ഇതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യാണ്. കറൻ്റ്ലി ഇപ്പോൾ AAA പേപ്പറാണ് ചെയ്യുന്നത്. ഞാൻ BCom ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ നോർത്തേൺ ട്രസ്റ്റ് എന്നുള്ളൊരു കമ്പനിയിൽ ജോബ് കിട്ടി. ബാംഗ്ലൂരിലായിരുന്നു. അങ്ങനെ ഒരു 1.5 ഇയർ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ UK-ലായിരുന്നു. അങ്ങനെ മൂപ്പരോടി ഞാൻ UK-ലേക്ക് പോയി. അവിടെ നിന്നായിരുന്നു എൻ്റെ ഡെലിവറിയൊക്കെ. അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം വെറുതെ ഇരിക്കുകയാണ്, എപ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു ഇതിൽ വീണ്ടും സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ വന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ACC എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് മൂപ്പരാണ് പറഞ്ഞത്, എനിക്ക് എന്തായിട്ടും CA ആണെന്ന് ആഗ്രഹമില്ലേനോ, എന്നാൽ പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ നോക്ക്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് എനിക്ക് എലാൻസിൽ അല്ലെങ്കിൽ ACCനെ കുറിച്ചിട്ട് കിട്ടുന്നത്. ഞാൻ ആക്ച്വലി വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ ആകെ എലാൻസിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ എലാൻസിനെ കോൺടാക്ട് ചെയ്ത്, ഞാൻ പ്രൈം സ്റ്റുഡൻ്റ് ആണ് ആക്ച്വലി. അപ്പോൾ എനിക്കൊരു ബേബി ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. എങ്ങനെയാവും, എത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ടൺസ് ഓഫ് ഡൗട്ട്സ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ചു. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിന എന്നായിരുന്നു ആ കോർഡിനേറ്ററുടെ പേര്. അപ്പോൾ ആൾ എനിക്ക് ക്ലിയർ കട്ടായിട്ട് എങ്ങനെ പഠിക്കണം, എത്ര മണിക്കൂർ പഠിക്കേണ്ടി വരും എന്നുള്ളത് കൂടി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൺസേൺ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു മദറാണ്, എനിക്കൊരു ചെറിയ കുട്ടിയാണ്, 1.5 ഇയർ ആയിരുന്നു അപ്പോൾ എൻ്റെ മോന്. അങ്ങനെ ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് ഞാൻ ഭയങ്കര പാനിക് സിറ്റുവേഷനിലായിരുന്നു. ഇതെന്നെ കൊണ്ട് നടക്കുമോ, എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഗോപിക മാമായിരുന്നു. ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത പേപ്പർ FR ആയിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മോനെ ഉറക്കിക്കഴിഞ്ഞ് ലേറ്റ് നൈറ്റ് ഒക്കെ ആയിരുന്നു അധികം സ്റ്റഡീസൊക്കെ ഉണ്ടാവുക. അങ്ങനെ 2 മണി ആ ടൈമൊക്കെ ആയിരിക്കും എൻ്റെ മെയിനായിട്ടുള്ള സ്റ്റഡി റൂട്ടീൻസൊക്കെ വരിക. സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എന്നെ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പില്ലർ ഓഫ് സ്ട്രെങ്ത് തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും എവ്രി വൺ. ഉപ്പയും ഉമ്മയും മാത്രമല്ല, അത് എൻറ്റയർ ഫാമിലി എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ക്വാളിഫൈഡ് ആയത് മുതൽ ഞാനിങ്ങനെ ജോബിനൊക്കെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു മൈൻഡിലേക്കായി നോക്കിക്കൊണ്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്യണം, കുട്ടിയുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ കരിയറും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഔട്ട്ബുക്സിലാണ്, അത് കിട്ടി. ഇൻഷാല്ലാ ജോയിൻ ചെയ്യാൻ പോവാണ്. ഓഫ്ലൈൻ ക്ലാസ്സിന് വരിക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ട്രാവൽ, പിന്നെ കുട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഓഫ്ലൈൻ എന്നുള്ളത് എൻ്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഓൺലൈൻ ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരിക്കും, ഏത് ടൈമിലായിരിക്കും, അതിപ്പോൾ നമുക്ക് ആ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും, ഇതിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എലാൻസിലാണെങ്കിൽ ലൈവ് ക്ലാസ്സസ് പ്ലസ് റെക്കോർഡിങ്സ് ഉണ്ടാവും. അപ്പം ലൈവ് ആണെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് സെയിമിൻ്റെ റെക്കോർഡിങ് അവർ എലാൻസിൻ്റെ ആപ്പിൽ അവർ അപ്ലോഡ് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ അത് കാണുകയും ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ ഫാക്കൽറ്റീസ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നതും ലൈവ് കാണുക എന്നുള്ളത്. കാരണം ഒരു ഇൻട്രാക്ഷൻ, അവർക്ക് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. കാരണം നമുക്ക് കുട്ടികളെ ഡയറക്റ്റ് അവർ കാണുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു ചെറിയൊരു ഇൻറ്ററാക്ഷനെങ്കിലും ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ഫാക്കൽറ്റീസ് എപ്പോഴും സ്റ്റുഡൻസിനോട് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനാണ് അധികവും പറയാറ്. ഞാനും മെജോറിറ്റി ഓഫ് ദി ടൈം ഞാൻ ലൈവ് ക്ലാസ്സസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ റെക്കോർഡിങ്സ് കണ്ട് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് എലാൻസിൽ ഏറ്റവും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ടോപ്പിക്സിൻ്റെ ഇപ്പോൾ സബ് ടോപ്പിക്സ് ഒക്കെ അവർ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ടിടും. അപ്പം നമുക്ക് ഇൻ കേസ് ലേറ്റർ ഓൺ നമുക്കൊരു ടോപ്പിക്കിൽ ഡൗട്ട് വന്ന് അത് വീണ്ടും കാണണം എന്നുള്ള രീതിയാകുമ്പോൾ നമുക്ക് ഈസിലി അത് ആക്സസിബിൾ ആണ്. ഓക്കെ, ഇന്ന ടോപ്പിക്ക് ഇന്ന് ഇതിലുണ്ട് എന്ന് പെട്ടെന്ന് കിട്ടും. ഒരു എൻറ്റയർ ഒരു 2 hours ലൈവ് നമ്മൾ തപ്പിപ്പിടിക്കുന്നതിന് അത് ഒരു എളുപ്പമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ഓൺലൈൻ്റെ ഈ ആപ്പിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ നമുക്ക് അധികം മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്.
അപ്പോൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പി അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ടാവും. പക്ഷേ നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റുഡൻ്റ് ആണ്, അവർ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ, കാരണം മോക്ക് ടെസ്റ്റ് നടത്തുന്നത് നമുക്ക് വേണ്ടിയാന്നുള്ളൊരു ബോധം ഉണ്ടായാൽ തന്നെ നമ്മൾ കോപ്പി അടിക്കൂല. പിന്നെ നമ്മൾ ടൈമിങ് ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു എക്സാം ഫിയർ മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് FRന്റെ സമയത്ത് മോക്ക് ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു ആക്ച്വൽ മെയിൻ എക്സാമിന് പോകുമ്പോണ്ടായ ആ ടെൻഷൻ എനിക്ക് വല്ലാണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്കിങ്ങനെ ഈ കമ്പൈൻ സ്റ്റഡി അധികമൊന്നും പറ്റിയില്ലെങ്കിലും നമുക്കൊരു വിധമൊക്കെ നമുക്ക് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ UAE ഒരു ഫ്രണ്ട് ഉണ്ട് സഫ. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് സഫ, ഫയാസ് അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരായിട്ട് ഞങ്ങൾ എൻ്റെ അതേ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളാണ് സഫ. അപ്പോൾ ഞങ്ങൾ അധികം ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളിലൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഡൗട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫാക്കൽറ്റീസിനോട് ഡൗട്ട് ചോദിക്കാം, മെൻറ്റേഴ്സിനോട് ഡൗട്ട് ചോദിക്കാം. ചിലപ്പോൾ ഒരു ഡിലേ ഉണ്ടാവും, പക്ഷെ അവർ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ ചെയ്യാറുണ്ട്. ഇപ്പം എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ അവർ പറയും ഇന്ന സമയത്ത് അയക്കാട്ടോ എന്നുള്ള, അത് അവർ മുമ്പേ നമ്മളോട് പറയുകയും ചെയ്യും. നമുക്ക് ഫാക്കൽറ്റീസ് ആയാലും പ്രയർ ആയിട്ട് ഒരു 1 വീക്കിലെ സ്കെഡ്യൂളൊക്കെ മുമ്പേ തരും, അല്ലെങ്കിൽ നമുക്ക് ഒരു മേ ബി ഹോൾ സെഷനിലേക്കുള്ള സ്കെഡ്യൂൾ പ്രയറായിട്ട് തരാറുണ്ട്. അപ്പം മെജോറിറ്റി ഓഫ് ദ ടൈം ഒരു 1 month പ്രയർ ടു ദി എക്സാം നമ്മുടെ സിലബസ് മോസ്റ്റ് ഓഫ് ദ ടൈം തീരാറുണ്ട്. ലൈക്ക് ഒരു എന്തായിട്ട് ഒരു 1 month ഒരു സ്റ്റഡീസിന് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും ഫാക്കൽറ്റീസ് അധികം ക്ലാസ് എടുക്കാറ്. അപ്പോൾ നമുക്കൊരു ഹോൾ മന്ത് നമ്മുടെ മുമ്പിലുണ്ട്, നമുക്കിനി എന്തെങ്കിലും പെൻഡിങ് ഉള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ ഒരു ഗ്രേസ് പീരീഡ്, ഒരു ഡേയ്സ് പോലെ ഫാക്കൽറ്റീസ് ഒക്കെ പറയും നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ ഡേയ്സിൽ തീർക്കും എന്നുള്ള കാര്യം. കാരണം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, കാരണം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എന്നെപ്പോലെ ഇങ്ങനെ ഫാമിലി, കുട്ടികൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ആർക്കൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം അതിനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് ആയാലും അതനുസരിച്ചിട്ടുള്ള സ്കെഡ്യൂൾ ആയാലും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. മെൻഷൻ ചെയ്ത പോലെ പ്രൈം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രൈം സ്റ്റുഡൻസിന് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വർക്കിലൊക്കെ ഇനി കയറുമ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സലൊക്കെ. ആ എക്സലിൻ്റെ ഒക്കെ ഒരു അഡ്വാൻസ് ഫ്രം ദി ബിഗിനിങ് മുതലുള്ള ഒരു ക്ലാസ്സസ് ഒക്കെ അലവൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ സ്റ്റുഡൻസിനായാലും എല്ലാം ഫോർ ഓൾ ദി സ്റ്റുഡൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമുക്ക് ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സും അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഒരുപാട് കുറേ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ അലവൻസ് അധികം സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ ചില സമയത്ത് അറ്റൻഡ് ചെയ്യാനേ പറ്റിയിട്ടില്ല, എന്നാലും അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വല്ലാണ്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നടക്കാണ്ട് പോകും. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത പേപ്പർ FR എന്ന് പറഞ്ഞല്ലോ, അപ്പം എനിക്കത് ഗോപിക മാം ആയിരുന്നു. അപ്പം എൻ്റെ മോനും ഗോപിക മാമിൻ്റെ ഒരു മോനാണ്. അവർ ഏകദേശം ഓൾമോസ്റ്റ് ഒരു സെയിം ഏജുള്ള ആൾക്കാരാണ് കുട്ടികൾ. അപ്പം എനിക്ക് മേ ബി ഗോപിക മാമിന് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അധികം എൻ്റെ കൺസേൺസ് ഒക്കെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത് ഗോപിക മാമിനോടായിരുന്നു. ആ സമയത്തൊക്കെ അത് ഇൻ ബിറ്റ്വീൻ ഞാൻ ഭയങ്കരമായിട്ടൊരു ഡൗൺ ആയ സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തതും ഗോപിക മാമാണ്. മാമിന് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവും എന്നറിയില്ല, എന്നാലും എന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാം ആ സമയത്തൊക്കെ. പിന്നെ ഇപ്പോൾ അധികം ലാപ്ടോപ്പ് വെച്ച് പഠിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മോന് വന്ന് പറയും, ഇവന് ആദ്യം മനസ്സിലാവില്ല ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. പിന്നെ ഇവന് മനസ്സിലാവും ഓക്കെ എന്തോ ഒരു സംഭവം ഉണ്ട്, ഉമ്മ എപ്പോഴും എന്തിലോ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുള്ള കാര്യം അവൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങും ആയിരുന്നു. പിന്നെ എന്നോട് ഇടയ്ക്ക് പറയും ഉമ്മി പഠിക്കുന്നൊക്കെ എന്നോട് വന്ന് പറയും. പിന്നെ ഇനി പണ്ടൊക്കെ കുട്ടികളെ പഠിപ്പിക്കലായിരുന്നു, ഇപ്പൊ തിരിച്ചു പഠിപ്പിക്കലായി. പിന്നെ ലാപ്ടോപ്പൊക്കെ കണ്ട് ഓൻ ലാസ്റ്റ് എന്നോട് പറയാൻ തുടങ്ങി എനിക്ക് ലാപ്ടോപ്പ് വേണം, എനിക്കും പഠിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയാൻ തുടങ്ങി. മേ ബി ചിലപ്പോൾ ഇനി ഞാൻ ACC ആകുന്നതിന് മുമ്പ് മൂപ്പര് ACC ആവുമായിരിക്കും. കേട്ട് ഇതൊക്കെയാണല്ലോ കേൾക്കുന്നത്. മേ ബി ഈ ലൈവ് സെഷനിലൊക്കെ നമ്മൾ ആൻസേഴ്സ് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവൻ എൻ്റെ കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ ചില സമയത്ത് റിപ്പീറ്റ് അടിക്കാറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്നെപ്പോലെ ഏതെങ്കിലും ആൾക്കാർ, പിന്നെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ACC എടുക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വെറുതെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫാമിലിനോട് സംസാരിക്കുക, ഫാമിലിയൊക്കെ സപ്പോർട്ടീവ് ആണെങ്കിൽ അങ്ങനെ നമ്മളെ കൊണ്ട് നടക്കാത്തൊരു കാര്യമേ അല്ല. ഞാൻ ഇത്രയും എത്തി എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ ഒരു കോൺഫിഡൻസിൽ പറയാണ്, എനിക്ക് കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഇതുവരെ കിട്ടിയതിൻ്റെ ഒരു കോൺഫിഡൻസിൽ പറയാണ് നമ്മളെ കൊണ്ട് നടക്കാത്തതല്ല. കാരണം ഇപ്പോഴും സിസ്റ്റമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ നോക്കുക. കുട്ടി, ഫാമിലി ഇതൊക്കെ വെച്ചാൽ അവരങ്ങ് വളർന്ന് വലുതായി പോകും. നമ്മളെ കരിയറിൽ സ്റ്റക്കായി നിൽക്കാണ്ട് ഇതേപോലുള്ള നല്ല നല്ല കോഴ്സൊക്കെ പഠിച്ച് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ആവാൻ നോക്കുക.